ഹലോ. അപ്പോൾ ഇന്ന് ഞായറാഴ്ചയായിരുന്നു. രാവിലെ തന്നെ കുർബാനയ്ക്ക് ഇറങ്ങാൻ നേരം നല്ല മഴയായിരുന്നു. അതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. കുർബാന കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ ഇറച്ചിയും വാങ്ങിയിട്ട് വന്നായിരുന്നു. ഇറച്ചി വാങ്ങിയില്ലെങ്കിൽ എന്ത് ഞായർ എന്നുള്ള ചിന്താഗതിയാണ് ഞാൻ. കാരണം ഇറച്ചി കഴിച്ചില്ലെങ്കിൽ ഇത് ഞായറാഴ്ചയാണോ എന്ന് എനിക്കേ സംശയമാണ്. അതുകൊണ്ട് ഇറച്ചി വാങ്ങിയിട്ട് വന്ന് വീട്ടിൽ അപ്പം ഉണ്ടാക്കാൻ പ്ലാനായിരുന്നതുകൊണ്ട് അജയനും മക്കൾക്കും അപ്പവും ചമ്മന്തിക്കറി ചിക്കൻ പൊരിച്ചത് മതി. പക്ഷേ എനിക്ക് ചിക്കൻ കറി വേണം. ഈ 1 കിലോ ചിക്കനിൽ അവസാനം 2 തീരുമാനവും ഞാൻ സക്സസ് ആക്കി. അവർക്ക് വേണ്ടി കുറച്ച് ചിക്കൻ എടുത്ത് പൊരിക്കാൻ വേണ്ടി അരപ്പ് പുരട്ടി വെച്ച്. അതാണ്ട് പള്ളിയിൽ ഒരുത്തൻ വന്നതാണ്. കോലം കണ്ട ഇപ്പോഴത്തെ ഫാഷനാണ് അവൻ്റെ. കുറച്ച് നീളം മുടിയും ഒരു വലിയ ജപമാലയും എടുക്കാ പൊങ്ങാത്ത പാൻറ്റും. ഇതൊക്കെ എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് എനിക്കറിഞ്ഞുകൂടാ. അവസാനം ചിക്കൻ ഫ്രൈ ആയി. ചമ്മന്തിക്കറിയെല്ലാം ഉണ്ടാക്കിയതിന് ശേഷം ഞാൻ അപ്പം ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ്. ഈ നോൺ സ്റ്റിക്കിൻ്റെ ചട്ടി വാങ്ങിച്ച് ഞാൻ മടുത്ത്. അതാണെങ്കിൽ ഒരു 2-3 മാസം കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ ജോലി തീരും. അങ്ങനെ ഒരു കാസ്റ്റിൻ്റെ വാങ്ങിച്ച് ഇതിനെ ഞാൻ അടിച്ച് പഴക്കി. ഞാൻ പഴക്കിയതിൻ്റെ ഗുണമാണോ എന്ന് എനിക്കറിയത്തില്ല. ഇതിൽ അപ്പം ഉണ്ടാക്കാൻ നന്നായിട്ട് വരും കേട്ടാ. നന്നായിട്ട് ഇളകി വരികയും ചെയ്യും. കുറച്ച് ബലത്തോടെ എടുത്ത് കറക്കണമെന്നേ ഉള്ളൂ ഇതിന്. അങ്ങനെ അപ്പവും ചമ്മന്തിക്കറിയെല്ലാം റെഡിയായി. ചിക്കനും പൊരിച്ചതോടെ അഭിഷേക് കഴിക്കുകയാണ്. അജയൻ വീഡിയോയിൽ എടുക്കാൻ പാടില്ലെന്ന് എനിക്ക് നിർദ്ദേശമുണ്ട് അജയന്. അങ്ങനെ അഭിഷേക് കഴിച്ചു. അപ്പോൾ ഈ പ്ലേറ്റെല്ലാം കഴുകി അടുത്ത ഞാൻ കഴിക്കാനാണ്. ഈ നൈറ്റിയിൽ തുടയ്ക്കുന്ന എനിക്ക് ശീലമാണ്. എന്നെപ്പോലെ എത്ര പേരുണ്ട് ഇതുപോലെ പാത്രം കഴുകിയിട്ട് നേരെ നൈറ്റിയിൽ തുടയ്ക്കുന്ന. ഈ 2 സൈഡും എൻ്റെ നൈറ്റി ഇതുപോലെയാണ്. കറി നല്ല ടേസ്റ്റായിരുന്നു. അങ്ങനെ ആ കറി വെന്ത പാടെ ഞാൻ എടുത്ത് കഴിച്ചു നോക്കി കൊള്ളാവുമെന്ന് കേട്ടാ. സൂപ്പറായിരുന്നു.